ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ആരോപണം. അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് മത്സര പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ്. അതായത് IT ആക്ട് നമുക്കറിയാം, ഇപ്പോൾ കേരള പോലീസിലെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങി പല പരീക്ഷകൾക്കും IT ആക്ടിൽ നിന്ന് ചോദ്യം വരാറുണ്ട്, അല്ലെങ്കിൽ അത് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന IT ആക്ടും അതിലെ ബന്ധപ്പെട്ട വസ്തുതകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. IT ആക്ട് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്താണ്, അതിലെ കാര്യങ്ങൾ എന്തോന്നൊക്കെയാണ് നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട സെക്ഷൻസ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുക. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2000 എന്ന് പറയുന്ന വർഷത്തിലാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വരുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കാം. എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്? കമ്പ്യൂട്ടറുകളും സെർവറുകളും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റയും വിവരങ്ങളും. കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇലക്ട്രോണിക് ഡാറ്റ, വിവരങ്ങൾ എന്നിവയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ഭാരത സർക്കാരിൻ്റെ നിയമമാണ് ഇത്, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഈ IT ആക്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാസ്സാക്കുന്നത് 2000 ജൂൺ 9-നാണ്. അപ്പോൾ ജൂൺ 9, 2000 ജൂൺ 9-നാണ്. 2000 ജൂൺ 9-നാണ് IT ആക്ട് പാസ്സാക്കുന്നത്. IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 27. അപ്പോൾ 2000 ജൂൺ 9-നാണ് IT ആക്ട് പാസ്സാക്കുന്നത്. IT ആക്ട് നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 27-നാണ്. IT ആക്ട് 2000-ൽ 13 ചാപ്റ്ററുകളും 94 സെക്ഷനും 4 പട്ടികകളും ഉണ്ടായിരുന്നു. അപ്പോൾ 2000-ൽ വന്ന IT ആക്ടിൽ 13 ചാപ്റ്റർ, 94 സെക്ഷനുകൾ, അതേപോലെ തന്നെ 4 പട്ടികകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറുകളും സെർവറുകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ, വിവരങ്ങൾ എന്നിവയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഭാരത സർക്കാർ പാസ്സാക്കിയ നിയമമാണ് IT ആക്ട്. IT ആക്ട് പാസ്സാക്കിയത് 2000 ജൂൺ 9-നാണ്. 2000 ഒക്ടോബർ 27 നിയമം നിലവിൽ വരുന്നു. അന്ന് ഈ നിയമം നിലവിൽ വന്ന സമയത്ത് 13 ചാപ്റ്ററും 94 സെക്ഷനും 4 പട്ടികകളും ഉണ്ടായിരുന്നു. എന്നാൽ IT ഭേദഗതി നിയമം 2008 പാർലമെന്റ് പാസ്സാക്കി. അപ്പോൾ IT നിയമം, അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെങ്കിൽ IT ആക്ടിന്റെ ഭേദഗതി നിയമം പാസ്സാക്കുന്നത് 2008 ഡിസംബർ 23-നാണ്. അപ്പോൾ IT ആക്ടിന്റെ ഭേദഗതി 2008 IT ആക്ട് ഭേദഗതി ചെയ്തു. അപ്പോൾ നിലവിലുള്ളത് 2008 ഭേദഗതി ചെയ്തതാണ്. പിന്നെ ഇപ്പം നിലവിൽ ജൻ വിശ്വാസ് ബില്ല് അല്ലെങ്കിൽ ജൻ വിശ്വാസ് നിയമം എന്നുള്ളത് നിങ്ങൾ കറണ്ട് അഫയേഴ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അതിൽ കൂടെ ഉൾപ്പെടുത്തി IT ആക്ടിന്റെ ചില സെക്ഷൻസ് മാത്രം അവിടെയും ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് നിങ്ങൾ നോക്കണ്ട. ഇപ്പോൾ ഓർത്തിരിക്കേണ്ടത് IT ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 2008 ഡിസംബർ 23-നാണ്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2009 ഫെബ്രുവരി 5. അപ്പോൾ IT ആക്ട് പാർലമെന്റ് പാസ്സാക്കുന്നത് 2008 ഡിസംബർ 23-നും IT ആക്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2009 ഫെബ്രുവരി 5-നുമാണ്. IT ആക്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. അപ്പോൾ IT ഭേദഗതി നിയമം നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. ഇതില് 14 ചാപ്റ്ററും 124 വകുപ്പുകളും 2 പട്ടികകളും ഉണ്ട്. അപ്പോൾ IT ഭേദഗതി നിയമം 2008 14 ചാപ്റ്റർ, 124 സെക്ഷനുകൾ, 2 ഷെഡ്യൂൾ, 2 പട്ടിക ഇത്രയുമാണുള്ളത്. സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ അവശിഷ്ട അധികാരങ്ങളിലാണ്. റെസിജ്വൽ പവേഴ്സ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിജ്വൽ പവറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? IT ആക്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിജ്വൽ പവറിലാണ് IT ആക്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യവും കൂടെ ഓർത്തിരിക്കുക. ദെൻ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പ്രത്യേക സ്ഥാപനമാണ് CERT-IN. സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പ്രത്യേക സ്ഥാപനമാണ് CERT-IN, ഇന്ത്യ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അതാണ് CERT-IN.
അപ്പോൾ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ രൂപപ്പെടുത്തിയിട്ടുള്ള അടിയന്തര പ്രതികരണ സംവിധാനമാണ് ഇത് CERT-IN. CERT-ന്റെ പൂർണ്ണരൂപം ഇന്ത്യ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. CERT-ന്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇനി നമ്മൾ നോക്കുക, IT ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. IT ആക്ടിലെ പ്രധാനപ്പെട്ട, ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി അങ്ങോട്ട് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ഇതിലെ ഓരോ വകുപ്പും നമുക്ക് പഠിക്കണം. IT ആക്ട് സെക്ഷൻ 43. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം പഠിക്കുന്ന വകുപ്പ്, IT ആക്ടിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 43 ആണ്. സെക്ഷൻ 43. IT ആക്ടിന്റെ സെക്ഷൻ 43 പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവ കേടുവരുത്തിയാലുള്ള പിഴയും നഷ്ടപരിഹാരത്തെയും കുറിച്ചുമാണ് IT ആക്ടിന്റെ സെക്ഷൻ 43 പറയുന്നത്. അപ്പോൾ IT ആക്ടിന്റെ സെക്ഷൻ 43 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ സിസ്റ്റമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ കേടുവരുത്തിയാലുള്ള പിഴയെയും നഷ്ടപരിഹാരത്തെയും കുറിച്ചാണ്. അപ്പോൾ IT ആക്ടിന്റെ സെക്ഷൻ 43 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവ കേടുവരുത്തിയാലുള്ള പിഴയും നഷ്ടപരിഹാരത്തെയും കുറിച്ചുമാണ് സെക്ഷൻ 43 പറയുന്നത്. IT ആക്ടിന്റെ സെക്ഷൻ 43 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവ കേടുവരുത്തിയാലുള്ള പിഴ, നാശനഷ്ടം, നഷ്ടപരിഹാരം എന്നിവയെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് IT ആക്ടിലെ സെക്ഷൻ 43. ക്ലിയർ അല്ലേ? 43. ഒരു നിമിഷം ഒന്ന് നോക്കിയേ, ഒരു സെക്കൻഡ് ഒന്ന് നോക്കിയേ നിങ്ങൾ. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. നോക്കാം, കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. ഉടമയുടെയോ ചുമതലയിലുള്ള വ്യക്തിയുടെയോ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതിലൂടെ, ശ്രദ്ധിക്കുക, ഉടമയുടെയോ അല്ലെങ്കിൽ ചുമതലയിലുള്ള വ്യക്തിയുടെയോ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതിലൂടെ കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയ്ക്ക് കേടുപാട് സംഭവിച്ചാൽ, അപ്പോൾ ഒരാളുടെ അനുമതി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുവാണ്? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ നെറ്റ്വർക്കിനോ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അങ്ങനെ ബാധിക്കപ്പെടുന്ന വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യണം? നഷ്ടപരിഹാരവും പിഴയും നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ്. അതായത് ഇവിടെ സെക്ഷൻ 43 പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു, കേടുവരുത്തി, ആര് നന്നാക്കി കൊടുക്കണം? ഞാൻ നന്നാക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ സാധനം. ഓക്കെ, സെക്ഷൻ 43A, അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കോ ഉള്ള പ്രവേശനം അല്ലെങ്കിൽ പ്രവേശനം ഉറപ്പാക്കൽ. അപ്പോൾ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ നെറ്റ്വർക്കിലേക്കോ ഉള്ള പ്രവേശനം അല്ലെങ്കിൽ പ്രവേശനം ഉറപ്പാക്കലാണ് സെക്ഷൻ 43A. ഇപ്പോൾ സെക്ഷൻ 43A എന്താ പറയുന്നത്? ഒരാളുടെ പെർമിഷൻ അല്ലെങ്കിൽ അനുമതി ഇല്ലാതെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കോ ഉള്ള പ്രവേശനം അല്ലെങ്കിൽ പ്രവേശനം ഉറപ്പാക്കലാണ് സെക്ഷൻ 43A. അപ്പോൾ അനുമതി ഇല്ലാതെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കോ ഉള്ള പ്രവേശനം അല്ലെങ്കിൽ പ്രവേശനം ഉറപ്പാക്കൽ. അപ്പോൾ സെക്ഷൻ 43A എന്താ പറയുന്നത്? അനുമതിയില്ലാതെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കോ ഉള്ള പ്രവേശനം അല്ലെങ്കിൽ പ്രവേശനം ഉറപ്പാക്കലാണ് 43A. നോക്കാം, 43A ക്ലിയർ ആയി. 43B, അനുമതിയില്ലാതെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യുക, കോപ്പി ചെയ്യുക എന്നിവ. 43A എന്ന് പറഞ്ഞാൽ അകത്ത് കയറി പോണത്. 43B അവിടെ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അനുമതിയില്ലാതെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ചെയ്യുക. അനുമതിയില്ലാതെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ചെയ്യുന്ന ഒരാളുടെ അനുമതിയില്ലാതെ, അത് പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആവോ അല്ലെങ്കിൽ ഗവൺമെന്റോ, അനുമതിയില്ലാതെ അവിടുത്തെ ഡാറ്റ കോപ്പി ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാം. 43C, കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയിൽ വൈറസ് ബാധ ഏൽപ്പിക്കുക. 43C വൈറസ് ബാധ. A എന്ന എൻട്രി. 43B കോപ്പി. 43C ആരെ കയറ്റിവിടും? വൈറസിനെ കയറ്റിവിടും. 43C ആകുമ്പോൾ വൈറസിനെ കയറ്റിവിടും. 43D, കമ്പ്യൂട്ടറിലെയോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെയോ ഡാറ്റാബേസുകൾ അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാമുകൾ നശിപ്പിക്കുക. 43D എന്താണ്? നശിപ്പിക്കുക. നശിപ്പിക്കുക അല്ലെങ്കിൽ അതിന് കാരണമാകുക. നശിപ്പിക്കുക അല്ലെങ്കിൽ അതിന് കാരണമാകുക. നശിപ്പിക്കുക അല്ലെങ്കിൽ അതിന് കാരണമാകുക. 43A എന്ന് പറയുമ്പോൾ പ്രവേശനമാണ്. 43B എന്ന് പറയുമ്പോൾ ആ ഡാറ്റ കോപ്പി ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാം. 43C വൈറസിനെ കയറ്റി വിടുക. 43D എന്താ? അതിലുള്ള ഡാറ്റയോ ഡാറ്റാബേസോ ഒക്കെ എന്ത് ചെയ്യുക? നശിപ്പിക്കുക. അതിനെ നമ്മൾ നശിപ്പിച്ച് കളയുക. ഓക്കെ, ദെൻ 43E, കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ തടസ്സപ്പെടുത്തുക. കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ തടസ്സപ്പെടുത്തുക. 43E എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ എന്ത് ചെയ്യുക? തടസ്സപ്പെടുത്തുക. ഒന്നുകൂടി നോക്കാം. 43A എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേശനമാണ്, കടന്നു ചെല്ലുക. 43B എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ആ ഡാറ്റേനെ കോപ്പി ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുക.
43C എന്ന് പറയുമ്പോൾ ആരെ കയറ്റി വിടുക? വൈറസിനെ കടത്തി വിടുക. 43D ഡാറ്റ നശിപ്പിക്കുക. ദെൻ 43E എന്താണ്? കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് തടസ്സപ്പെടുത്തുക. 43F അധികാരമുള്ള വ്യക്തി കമ്പ്യൂട്ടറിലേക്കോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയുക. അതെന്താ 43F ഉദ്ദേശിക്കുന്നത്? എടാ ഇപ്പോൾ അതായത് എൻ്റെ ഓഫീസിൽ ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ആ നെറ്റ്വർക്കിൽ എനിക്ക് കയറാൻ അധികാരം ഉണ്ടായിരിക്കും. ആ എൻ്റെ എൻട്രിയെ തടസ്സപ്പെടുത്തുക. ഒരു ഹാക്കർ ചെയ്യുന്നതായിരിക്കാം മിക്കവാറും. അതായത് എനിക്ക് ആ സൈറ്റിൽ കയറാൻ പറ്റാത്ത രീതിയിൽ തടസ്സപ്പെടുത്തുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അധികാരമുള്ള ഒരു വ്യക്തി കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോ നെറ്റ്വർക്കിലോ പ്രവേശിക്കുന്നത് തടയുക. ദെൻ 43G ഈ നിയമത്തിലോ നിയമപ്രകാരം ഉണ്ടാക്കിയ മറ്റേതെങ്കിലും ചട്ടത്തിനോ, ശ്രദ്ധിക്കുക 43G ശ്രദ്ധിക്കുക, ഈ നിയമത്തിനോ അല്ലെങ്കിൽ ഈ നിയമപ്രകാരം ഉണ്ടാക്കിയ മറ്റേതെങ്കിലും ചട്ടത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യവസ്ഥയ്ക്കോ വിരുദ്ധമായി മറ്റു വ്യക്തികൾക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം നെറ്റ്വർക്ക് മേഖലയിൽ പ്രവേശനം നേടുന്നതിനായി സഹായം നൽകുക. അതായത് ഞാനൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഞാൻ ഒരാളുടെ എൻട്രിക്ക് ഹെൽപ്പ് ചെയ്യാം. പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നത് പോലും ഇതിനകത്ത് വരും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ 43G എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻട്രിക്ക് സഹായിക്കുക, മറ്റൊരാളെ കയറാൻ സഹായിക്കുക. 43A എന്ന് പറയുമ്പോൾ മറ്റൊരു സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുക. 43B ഡാറ്റ ഡൗൺലോഡ് ചെയ്യുകയോ കോപ്പിയോ ചെയ്യുക. 43C എന്താണ്? വൈറസ് കയറ്റി വിടുക. 43D ഡാറ്റ നശിപ്പിക്കുക. 43E എന്താ? സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്ക് തടസ്സപ്പെടുത്തുക. 43F അധികാരമുള്ള വ്യക്തിയെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക. ദെൻ 43G എന്താ? ഈ നിയമത്തിനോ ഈ നിയമപ്രകാരം ഉണ്ടാക്കിയ മറ്റേതെങ്കിലും ചട്ടത്തിലോ പ്രകാരം ഇതിനെ വിരുദ്ധമായിട്ട് ആർക്കെങ്കിലും എൻട്രിക്ക് സഹായിക്കുക, ഇല്ലീഗൽ എൻട്രിക്ക് നമ്മൾ സഹായിക്കുക. അതാണ് 43G. ഇതെല്ലാം പിഴയടയ്ക്കുന്നതും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാകുന്നതുമാണെന്നാണ് നമ്മൾ 43 ഓൾറെഡി പഠിച്ചത്. ഈ സബ്സെഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം കേട്ടോ, അത് മസ്റ്റാണേ. ദെൻ 43H കമ്പ്യൂട്ടർ സിസ്റ്റം നെറ്റ്വർക്ക് എന്നിവയിൽ കൃത്രിമം കാണിച്ച്. ഇതിലൊക്കെയാണ് കമ്പ്യൂട്ടർ സിസ്റ്റം നെറ്റ്വർക്ക് എന്നിവയിൽ കൃത്രിമം കാണിച്ച് ഒരു വ്യക്തിക്ക് ലഭിച്ച സേവനങ്ങൾ മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കും. അതായത് ഒരു വ്യക്തിക്ക് ലഭിച്ച സേവനങ്ങളുടെ തുക എന്ത് ചെയ്യും? മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കും. അത് നമുക്കറിയാലോ, മറ്റേ ഫാൾസ് ആയിട്ട് ബില്ലിംഗ് എമൗണ്ട് മണി അടിക്കുക എല്ലാം വരും ഇതിനകത്ത്, കാശ് അടിച്ച് മാറ്റി. 43H കമ്പ്യൂട്ടർ സിസ്റ്റം നെറ്റ്വർക്ക് എന്നിവയിൽ കൃത്രിമം കാണിച്ച് ഒരു വ്യക്തിക്ക് ലഭിച്ച സേവനങ്ങളുടെ മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഈടാക്കും. ദെൻ 43I മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ മാറ്റം വരുത്തുക, ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ മൂല്യം ഇല്ലാതാക്കുക. 43I എന്താണ്? മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ എന്തൊക്കെ ചെയ്യുക? മാറ്റം വരുത്തുക, ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ മൂല്യം ഇല്ലാതാക്കുക. അപ്പൊ മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ മാറ്റം വരുത്തുക, ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ മൂല്യം ഇല്ലാതാക്കുക. 43I എന്താ പറഞ്ഞേ? മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ മാറ്റം വരുത്തുക, ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ മൂല്യം വാല്യൂ ഇല്ലാതാക്കുക. ദെൻ 43J തകരാറുണ്ടാക്കണം എന്ന ബോധ്യത്തോടെ ഏതെങ്കിലും കമ്പ്യൂട്ടർ റിസോഴ്സിന്റെ സോഴ്സ് കോഡ് മോഷ്ടിക്കുക അല്ലെങ്കിൽ കൈമാറ്റം വരുത്തുക. മോഷ്ടിക്കുക, കൈക്കലാക്കുക, മാറ്റം വരുത്തുക. 43J എന്താ പറഞ്ഞേ? തകരാറുണ്ടാക്കണം എന്ന ബോധ്യത്തോടെ, അതായത് ഇവിടെ നശിപ്പിക്കണം അല്ലെങ്കിൽ തകരാറുണ്ടാക്കണം എന്ന ബോധ്യത്തോടു കൂടെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ഡാറ്റയുടെ സോഴ്സ് കോഡ്, കമ്പ്യൂട്ടറിന്റെ റിസോഴ്സിന്റെ സോഴ്സ് കോഡ് മാറ്റം വരുത്തി എൻട്രിയിലാക്കുക. 43J. ഈ 43-നകത്തുള്ള സബ്സെഷൻസ് ഒന്ന് എഴുതി വെച്ച് ടാബുലേറ്റ് ചെയ്ത് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. H എന്ന് പറയുമ്പോൾ എന്താ? ഒരു വ്യക്തിക്ക് ലഭിച്ച സേവനങ്ങൾ മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുക. 43I എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ മാറ്റം വരുത്തുക, ഡിലീറ്റ് ചെയ്യുക. 43Jയിലേക്ക് പോകുമ്പോഴോ തകരാറുണ്ടാക്കണം എന്ന ബോധ്യത്തോടുകൂടെ ഏതെങ്കിലും കമ്പ്യൂട്ടർ റിസോഴ്സിന് എന്ത് ചെയ്യും? സോഴ്സ് കോഡ് മോഷ്ടിച്ച കൈക്കലാക്കുക അല്ലെങ്കിൽ അത് മാറ്റം വരുത്തുക. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ഇപ്പൊ ഇത് 43-നകത്ത് വന്ന ABCD എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി 43A. 43-ല് A ഇത് വലിയ മേജർ A, അത് അല്ലാതെ 43-ൽ ചെറിയ സ്മോൾ A ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ അടുത്ത് പഠിക്കുന്ന സെക്ഷൻ 43 വലുതാണ്, 43A. മറ്റേ നമ്മൾ അതിനകത്ത് കുറെ പ്രോപ്പർട്ടീസ് പറഞ്ഞാണ്. ദെൻ 43A പ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇപ്പൊ 43A എന്താ പറഞ്ഞത്? ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരം. നേരത്തെ നമ്മൾ പറഞ്ഞത് 43 സബ് ക്ലാസ് ABCDEFGHIJ വരെ പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞത് 43A അടുത്ത വകുപ്പാണ്. 43A എന്ന് പറയുന്നത് അടുത്ത വകുപ്പാണ്. ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് 43Aയിൽ പറയുക. അതെന്താണ് ഈ ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുക? ഞാനൊരു സ്ഥാപനം നടത്തുകയാണ്. അതിലൂടെ ഞാൻ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ എൻ്റെ സിസ്റ്റത്തിൽ ഉണ്ട്, എൻ്റെ ആപ്പിലുണ്ടെന്ന്. എനിക്കൊരു ആപ്പുണ്ട്, ആപ്പിലുണ്ട്. ഈ ആപ്പിലുള്ള ഡാറ്റ മുഴുവൻ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു.
ഈ ഡാറ്റ മുഴുവൻ വേറൊരാൾ എടുത്തുകൊണ്ട് പോയി. അതായത് ജനങ്ങളുടെ ഡാറ്റ വേറൊരാളെ ഹാക്ക് ചെയ്ത് എന്നെ എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ പരാജയപ്പെട്ടതാ, ഞാൻ പൈസ നഷ്ടപരിഹാരം കൊടുക്കേണ്ടേ, ജയിലിൽ പോകേണ്ടേ ആൾക്കാർ വിവരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. നോക്കാം. ഒരു കോർപ്പറേറ്റ് ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ആയ കമ്പ്യൂട്ടർ റിസോഴ്സിൽ ഏതെങ്കിലും സെൻസിറ്റീവ് വ്യക്തിഗത വിവരങ്ങൾ കൈവശം വയ്ക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും സുരക്ഷാ സമ്പ്രദായങ്ങൾ നടപ്പാക്കുന്നതിലുമുള്ള അശ്രദ്ധ മൂലം ഏതെങ്കിലും വ്യക്തിക്ക് നഷ്ടമുണ്ടായാൽ ആ വ്യക്തി നഷ്ടപരിഹാരം നൽകാൻ കോർപ്പറേറ്റ് ബോഡി ബാധ്യസ്ഥരാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഇപ്പോൾ ഞാനിപ്പോൾ ഗൂഗിൾ പേയിലാണ്, നമ്മളെല്ലാവരും ട്രാൻസാക്ഷൻ നടത്താൻ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. ഗൂഗിൾ പേയിൽ ട്രാൻസാക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ എൻ്റെ UPI പിന്നും കാർഡ് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഈ ഗൂഗിൾ പേയുടെ അകത്ത് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഗൂഗിൾ പേയുടെ കമ്പനി അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഗൂഗിൾ ലിമിറ്റഡ് ആ കമ്പനി എന്ത് ചെയ്തു? ഈ സാധനത്തെ മറിച്ചു വിറ്റു. അതായത് എത്രയോ ആൾക്കാരുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് ആണ് ഇരിക്കുന്നത്, ആധാർ കാർഡ് എല്ലാ കാര്യങ്ങളും വരത്തില്ലേ, ഈ ഡീറ്റെയിൽസ് മറിച്ചു വിറ്റു. അപ്പോൾ എനിക്കത് കാരണം നാശം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഗൂഗിളിനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഐ ക്യാൻ ടേക്ക് മൈ മണി ബാക്ക്, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നേടാം. പൈസ പോയി കഴിഞ്ഞാൽ പൈസയും നേടണം, അല്ല നഷ്ടപരിഹാരം നേടാൻ സംഭവം. കോർപ്പറേറ്റ് ബോഡി ബാധ്യസ്ഥനാണ് 43A. അടുത്ത വകുപ്പാണ് 43A. 43A എന്താ പറഞ്ഞാൽ ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള ശിക്ഷയാണ് സെക്ഷൻ 43A വിശദമാക്കുന്നത്. അടുത്ത് സെക്ഷൻ 65 സൈബർ ടാമ്പറിംഗ്. സെക്ഷൻ 65 സൈബർ ടാമ്പറിംഗ്. സെക്ഷൻ 65 എന്താണ്? സൈബർ ടാമ്പറിംഗ്. ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ ചുരണ്ടുക. ഓക്കെ, ബോൾ ടാമ്പറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ പിടിച്ചു കുലിക്കിയ വിഷയമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ബോൾ എന്ത് ചെയ്യുക, മറ്റേ സ്പിൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ബോൾ ചുരണ്ടി എന്ന് പറഞ്ഞു. ടാമ്പറിംഗ് എന്ന് വെച്ചാൽ ചുരണ്ടുക, മാറ്റം വരുത്തുക. നോക്കാം. ഒരു ഇലക്ട്രോണിക് സെക്ഷൻ 65 ഡാറ്റ ടാമ്പറിങ്ങിനെ പറ്റി പറയാം കേട്ടോ. സെക്ഷൻ 65 ഡാറ്റ ടാമ്പറിങ്ങിനെ പറ്റി പറയാം. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്ത് തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുക, അതാണ് സൈബർ ടാമ്പറിംഗ്. അതായത് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്ത് പകരം അവിടെ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയാണ് സൈബർ ടാമ്പറിംഗ്. ശരിക്കുള്ള ഡാറ്റ മാറ്റി ഫാൾസ് ഡാറ്റ വയ്ക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 65 സൈബർ IT ആക്ടിലെ സെക്ഷൻ 65 സൈബർ ടാമ്പറിങ്ങിനെ പറ്റി പറയാം. ഒരു ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ ശരിയായ ഡാറ്റ നീക്കം ചെയ്ത് പകരം അവിടെ തെറ്റായ ഡാറ്റ വയ്ക്കുന്നതാണ് സൈബർ ടാമ്പറിംഗ്. സൈബർ ടാമ്പറിങ്ങിന്റെ ശിക്ഷ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. സൈബർ ടാമ്പറിങ്ങിന്റെ ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ സൈബർ ടാമ്പറിങ്ങിന് ശിക്ഷയായി ലഭിക്കും. സൈബർ ടാമ്പറിങ്ങിന്റെ ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ സൈബർ ടാമ്പറിങ്ങിന് ശിക്ഷയായി ലഭിക്കും. സെക്ഷൻ 65 സൈബർ ടാമ്പറിങ്. ഇനി ഇത് മറന്ന് പോകരുത്. നമ്മൾ അടുത്ത് പഠിക്കുക സെക്ഷൻ 66 കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ്. സെക്ഷൻ 66 കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ്. മുൻപ് ഇതിന് ഹാക്കിംഗ് എന്നാ പറഞ്ഞിരുന്നത്, ഇപ്പോൾ അത് മാറ്റിയിട്ടാണ് എന്താക്കിയത്? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്ന് ഭേദഗതിയില്ല, 2008 ഭേദഗതിയിലാണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റുന്നത്. അപ്പൊ സെക്ഷൻ 66 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഹാക്കിംഗ്. ഓക്കെ, എന്താണ് ഹാക്കിംഗ്? നമ്മൾ 43-ാം വകുപ്പിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേടാ. അതായത് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യും, ഡാറ്റ മാറ്റും, അതിനകത്തുള്ള സംഭവങ്ങൾ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ വേറൊരാളുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുക്കും. ഈ സംഭവങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറണം. അങ്ങനെ അതിക്രമിച്ച് കയറുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഹാക്കിംഗ്. അപ്പൊ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് എന്നൊരു സെക്ഷൻ വിശദമാക്കുന്ന ഏതാ? സെക്ഷൻ 66 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഹാക്കിംഗ്. ഏതെങ്കിലും ഒരു വ്യക്തി സത്യസന്ധത ഇല്ലാതെയോ വഞ്ചനാപരമായോ 43-ാം വകുപ്പിൽ പറയുന്ന ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ, അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി സത്യസന്ധത ഇല്ലാതെയോ വഞ്ചനാപരമായോ 43-ാം വകുപ്പിൽ പറയുന്ന ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയാണ് 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. 66-ന്റെ ശിക്ഷ ശ്രദ്ധിക്കുക, 3 ലക്ഷം രൂപ വരെ. സോറി, ഒന്നുകൂടെ 3 ലക്ഷം ക്ഷമിക്കാം. 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. അപ്പൊ ഹാക്കിങ്ങിന്റെ ശിക്ഷയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസിന്റെ ശിക്ഷയാണ് സെക്ഷൻ 66. 43 പ്രകാരമുള്ള കുറ്റങ്ങളൊക്കെ ചെയ്താല 3 വർഷം വരെ തടവോ
5 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ലഭിക്കും. അപ്പോൾ ഹാക്കിംഗ് എന്താണെന്ന് മനസ്സിലായി. ഒരു സത്യസന്ധത ഇല്ലാത്ത ഒരു വ്യക്തി സിസ്റ്റത്തിൽ പ്രവേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിന് 66 ഹാക്കിങ്ങിൻ്റെ ഡീറ്റെയിലേഷൻ നമുക്ക് പറയാനുണ്ട്. ഹാക്കിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ചുകൊണ്ട് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ്. അപ്പോൾ എന്താണ് ഹാക്കിംഗ്? ഒരു കമ്പ്യൂട്ടറിലെയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ചുകൊണ്ട് അതിലുള്ള അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് ചെയ്യപ്പെടുന്ന വ്യക്തികളെ നമ്മൾ ഹാക്കർ എന്നറിയപ്പെടും. അപ്പോൾ ഹാക്കിംഗ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ എങ്ങനെ അറിയപ്പെടുന്നു? ഹാക്കർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിലെ സുരക്ഷ ഭേദിച്ച് അതിൽ കയറിപ്പോയി അതിലെ വിവരങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളെയാണ് നമ്മൾ ഹാക്കർ എന്ന് വിളിക്കുക. ഹാക്കിംഗ്, ആ പ്രോസസ്സ് ഹാക്കിംഗ്, ആ വ്യക്തിയാണ് ഹാക്കർ. ഹാക്കേഴ്സ് 3 തരത്തിലുണ്ട്. ഇതിൽ ആദ്യം വരുന്നയാളാണ് വൈറ്റ് ഹാറ്റ് ഹാക്കർ. വൈറ്റ് ഹാറ്റ് ഹാക്കറിനെ നമ്മൾ എത്തിക്കൽ ഹാക്കർ എന്ന് പറയും. വൈറ്റ് ഹാറ്റ് ഹാക്കറിനെ നമ്മൾ എന്ത് പറയും? എത്തിക്കൽ ഹാക്കർ എന്നാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കറിനെ പറയാം. ഗവൺമെന്റുമായിട്ട് ചേർന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ ആരാണ് ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്? ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ സൈബർ ആക്രമണങ്ങളെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ലൈക്ക് ഫയർവാൾ സൃഷ്ടിക്കുക, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, ടെക്നിക്കൽ ടേമിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഗവൺമെന്റുമായിട്ട് ചേർന്ന് ഒറ്റയ്ക്ക് സൈബർ ആക്രമണങ്ങളെ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന ഗുഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഇനി രണ്ടാമത് വരുന്ന ടീമാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. രണ്ടാമത് വരുന്ന ആളാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. തീവ്രവാദം, തട്ടിപ്പ് തുടങ്ങിയവ ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ ലോകത്ത് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ. അപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നേരെ നെഗറ്റീവാണ്. ഇവന്മാരെന്താ? മോശമുള്ള ആൾക്കാരാണ്. തീവ്രവാദം, അതുപോലെ സാമ്പത്തിക ലാഭം എന്നിവയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് എന്ത് ചെയ്യുക? സൈബർ ലോകത്ത് ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുന്നവരാണ് ഏത്? ബ്ലാക്ക് ഹാറ്റ്. ഇനി രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ചില വൃത്തികെട്ടവന്മാരുണ്ട്. അവന്മാരാണ് ഗ്രേ ഹാറ്റ് ഹാക്കർ. അതായത് തുടക്കത്തിൽ ഇവന്മാർ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആയിരിക്കും. എന്നിട്ട് ഇവർ ഡാറ്റ കളക്ട് ചെയ്യുമല്ലോ, അത് പൈസയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അതായത് തുടക്കത്തിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സായി പ്രവർത്തിച്ച് പിന്നീട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി സാമ്പത്തിക ലാഭം നേടുന്നവർ. അപ്പോൾ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവന്മാർ തുടക്കത്തിൽ എന്തായിരിക്കും? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് പോലെ ആയിരിക്കും. പക്ഷേ പിന്നീട് ഇവന്മാർ ഈ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി എന്ത് ചെയ്യും? സാമ്പത്തിക ലാഭം നേടുന്നവരാണ് ഗ്രേ ഹാറ്റ്. അപ്പോൾ ഹാക്കേഴ്സ് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വൈറ്റ് ഹാറ്റ്, എത്തിക്കൽ ഹാക്കേഴ്സ്, ഗവൺമെന്റുമായിട്ട് ചേർന്നോ അല്ലാതെയോ സൈബർ ആക്രമണങ്ങൾ തടയുന്നവർ. 2 ബ്ലാക്ക് ഹാറ്റ്, ഇവന്മാർ നെഗറ്റീവ്, തീവ്രവാദം, തട്ടിപ്പ് തുടങ്ങിയവ ലക്ഷ്യമിട്ട് മണി മോട്ടീവായിട്ട് തോന്നുന്ന ആൾക്കാർ. ദെൻ 3 ഗ്രേ ഹാറ്റ്, തുടക്കത്തിൽ ഇവന്മാർ നല്ലതായിരിക്കും, പിന്നീട് ഇവന്മാർ പൈസയ്ക്ക് വേണ്ടി ഈ ഡാറ്റയെ ഉപയോഗിക്കും. ഓക്കെ, ക്ലിയർ ആയി. ഇതാണ് നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞത്? ഹാക്കിങ്ങിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുക സെക്ഷൻ 66A ആണ്. സെക്ഷൻ 66A ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ആശയവിനിമയ ഉപകരണം വഴി കുറ്റകരമായ സന്ദേശങ്ങൾ അയച്ചാലുള്ള ശിക്ഷ. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ആശയവിനിമയ ഉപകരണം വഴി കുറ്റകരമായ സന്ദേശങ്ങൾ അയച്ചാലുള്ള ശിക്ഷയാണ് സെക്ഷൻ 66A. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1)A ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1)A പൗരന് ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം റദ്ദ് ചെയ്തു. അതായത് 66A എന്ന നിയമം നിലവിൽ ഇല്ല. കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ആശയവിനിമയ ഉപകരണം വഴി കുറ്റകരമായ സന്ദേശങ്ങൾ അയച്ചാലുള്ള ശിക്ഷ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സന്ദേശം നമ്മൾ അയക്കാന്ന് പറഞ്ഞ സന്ദേശം അയച്ചാൽ ശിക്ഷ എടുക്കുന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യ ലംഘനം എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി കാണുകയും ഈ ആർട്ടിക്കിൾ റദ്ദ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ നിയമം എന്താ ഇപ്പം നിലവിലില്ല. അപ്പോൾ 66A 2015 മാർച്ച് 24 സുപ്രീം കോടതി റദ്ദാക്കി. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനം എന്ന് കണ്ട് 66A സുപ്രീം കോടതി റദ്ദാക്കിയത് 2015 മാർച്ച് 24. 2015 മാർച്ച് 24 ഈ നിയമം ആരിൽ റദ്ദാക്കി? സുപ്രീം കോടതി ഈ അനുച്ഛേദം റദ്ദാക്കി. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇതിനാസ്പദമായ കേസ് ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് IT നിയമത്തിലെ സെക്ഷൻ 66A റദ്ദ് ചെയ്യാൻ ആസ്പദമായ കേസ് ഏതെന്ന് ചോദിച്ചാൽ ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. കേസ് ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. എക്സ്റ്റേണൽ ഒരു GK പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കാം. ഇനി സെക്ഷൻ 66B ഇലക്ട്രോണിക് വസ്തുക്കളുടെ മോഷണം, മോഷണ വസ്തുക്കൾ സ്വീകരിക്കുക, ഉപയോഗിക്കുക എന്നിവയ്ക്കുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. അതായത് ഇലക്ട്രോണിക് വസ്തുക്കളുടെ മോഷണം, മോഷണ വസ്തുക്കൾ സ്വീകരിക്കുക, ഉപയോഗിക്കുക എന്നിവയ്ക്കുള്ള ശിക്ഷ, എന്നീ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. അപ്പോൾ ഇലക്ട്രോണിക് വസ്തുക്കളുടെ മോഷണം, ആ മോഷണ വസ്തുക്കൾ സ്വീകരിക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് നൽകുന്ന ശിക്ഷകളെ കുറിച്ചാണ് സെക്ഷൻ 66B പറഞ്ഞിരിക്കുക.
സെക്ഷൻ 66B പ്രകാരം ലഭിക്കുന്ന ശിക്ഷ 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. അപ്പൊ 66B പ്രകാരം ഈ ഇലക്ട്രോണിക് വസ്തുക്കളുടെ മോഷണം, അതിന്റെ ഉപയോഗപ്പെടുത്തലോ സ്വീകരിക്കലോ ഒക്കെ ആണെങ്കിലും ശിക്ഷയായി ലഭിക്കുക 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. ശിക്ഷ എന്താ പറഞ്ഞേ? 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ഇവിടെ ശിക്ഷയായി ലഭിക്കും, സെക്ഷൻ 66B പ്രകാരം. ഇനി സെക്ഷൻ 66C, സ്വത്വ അപഹരണം അല്ലെങ്കിൽ ഐഡന്റിറ്റി തെഫ്റ്റ്. സ്വത്വ അപഹരണം അല്ലെങ്കിൽ ഐഡന്റിറ്റി, ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിനകത്ത് വരും. ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ് മുതലായ തിരിച്ചറിയൽ സവിശേഷതകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്? ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ് മുതലായ എന്താ പറയാ തിരിച്ചറിയൽ സവിശേഷതകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളാണ് സെക്ഷൻ 66C പറയുന്നത്. ഇതിന്റെ ശിക്ഷ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. അപ്പോൾ 66C എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചറോ പാസ്വേഡോ ഉപയോഗിച്ചിട്ടുള്ള ശിക്ഷയാണ്. അപ്പൊ ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഫേക്ക് ഐഡന്റിറ്റി തെഫ്റ്റ് ചെയ്യുക, വേറൊരാളായിട്ട് ആൾമാറാട്ടം നടത്തുക. അതിന്റെ ശിക്ഷ എന്താ? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 3 വർഷം വരെ തടവും. അപ്പൊ 66C ഐഡന്റിറ്റി തെഫ്റ്റ്, സ്വത്വ അപഹരണം, ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ് മുതലായ തിരിച്ചറിയൽ സവിശേഷതകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യം. അതായത് ഫേക്ക് അക്കൗണ്ട്, ഇപ്പൊ എന്റെ അക്കൗണ്ട് മറ്റൊരാൾ ഉപയോഗിച്ച് അക്കൗണ്ട് ഹാക്ക് ചെയ്തില്ല, അതൊക്കെ ഇതിനകത്ത് വരും കേട്ടോ. ഐഡന്റിറ്റി തെഫ്റ്റ് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് 66C. അടുത്ത് 66D, പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സ്. അതായത് ആൾമാറാട്ടം. മറ്റേതെന്ന് പറയുമ്പോൾ എന്താണ്? ഫേക്ക് ചെയ്യുന്നതാണ്. ഏതാ? നമ്മുടെ ഒരാളുടെ ഐഡന്റിറ്റി പാസ്വേഡ് ഒക്കെ അടിച്ചു മാറ്റുന്നതാണ് ഏതിൽ വരുന്നത്? 66 ഏതിൽ വന്ന സിയിൽ പറഞ്ഞത് ഐഡന്റിറ്റി തെഫ്റ്റ്, അതായത് പാസ്വേഡ് അടിച്ചു മാറ്റുക. 66D അത് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തുന്നതാണ്. 66D, ഏതെങ്കിലും ആശയവിനിമയ ഉപകരണമോ കമ്പ്യൂട്ടർ റിസോഴ്സോ മുഖേന, ഏതെങ്കിലും ഒരു ആശയവിനിമയ ഉപകരണമോ കമ്പ്യൂട്ടർ റിസോഴ്സോ മുഖേന ആൾമാറാട്ടം നടത്തി മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ റിസോഴ്സോ അല്ലെങ്കിൽ ആശയവിനിമയ ഉപാധിയോ വഴി എന്ത് ചെയ്യുക? ആൾമാറാട്ടം നടത്തി മറ്റുള്ളവരെ വഞ്ചിക്കുന്നതുമായി ബന്ധപ്പെട്ടു ആൾമാറാട്ടം നടത്തി മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 66D. സെക്ഷൻ 66D പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. 66D പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. ഇനി അടുത്ത് 66E, സ്വകാര്യതാ ലംഘനം. ഓക്കെ, വയലേഷൻ ഓഫ് പ്രൈവസി. 66E എന്താ പറഞ്ഞേ? സ്വകാര്യതാ ലംഘനം അല്ലെങ്കിൽ വയലേഷൻ ഓഫ് പ്രൈവസി. ഒരാളുടെ സ്വകാര്യ ചിത്രങ്ങള് അവരുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ പ്രസിദ്ധീകരിക്കുക. ഒരാളുടെ സ്വകാര്യ ചിത്രങ്ങൾ അവരുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ പ്രസിദ്ധീകരിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് 66E. 66E ശിക്ഷ, അതായത് വയലേഷൻ ഓഫ് പ്രൈവസി ആണ് 66E വരിക. 66E ശിക്ഷ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. അപ്പോ സ്വകാര്യതാ ലംഘനം അല്ലെങ്കിൽ 66E ശിക്ഷ എന്താ? 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ലഭിക്കും. ഏതാ? സ്വകാര്യതാ ലംഘനം 66E. ഓക്കെ, 66A ഇപ്പൊ ഇല്ല, ബാക്കിയുള്ളെല്ലാം ഉണ്ട്. ദെൻ 66F ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്, സൈബർ ടെററിസം. 66F ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് സൈബർ ടെററിസം. 66F എന്താ? സൈബർ ടെററിസം. 66F സൈബർ ടെററിസം. ഇന്റർനെറ്റ് മുഖേന ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക. അപ്പൊ എന്താണ് 66F സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ? ഇന്ത്യയുടെ ഇന്റർനെറ്റ് മുഖേന ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ എന്നിവയെ ബാധിക്കുന്ന, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതാണ് 66F സൈബർ ടെററിസം. ശിക്ഷ ജീവപര്യന്തം വരെയാകാവുന്ന തടവ് ശിക്ഷ. 66F സൈബർ ടെററിസത്തിന്റെ ശിക്ഷ എന്താ? ജീവപര്യന്തം വരെയാകാവുന്ന തടവ് ശിക്ഷ. അപ്പൊ 66F സൈബർ ടെററിസത്തിന്റെ ശിക്ഷ ജീവപര്യന്തം വരെയാകാവുന്ന തടവ് ശിക്ഷ. ജീവപര്യന്തം വരെയാകാവുന്ന തടവ് ശിക്ഷയാണ് 66F ശിക്ഷയായി നൽകുന്നത്.
ഓർത്തിരിക്കുക. ദെൻ സെക്ഷൻ 67 വരുമ്പോൾ അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. അപ്പോൾ പോണോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ ശരിക്കും പോണോഗ്രഫി ശരിക്കും വരുന്ന 67A ആണ്. ഇപ്പൊ 67 മനസ്സിലാക്കുക, ക്ഷമിക്കുക, 67. അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 67. അപ്പോൾ അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 67. ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് സെക്ഷൻ 67 പരിധിയിൽ വരുന്ന കുറ്റമാണ്. ഓക്കെ. ദെൻ ശിക്ഷ ആദ്യ തവണ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. അപ്പൊ ഇന്റർനെറ്റിലൂടെ 67 പ്രകാരം ഈ അശ്ലീല ചിത്രങ്ങളോട് ബന്ധപ്പെട്ടതാണ്. ആദ്യ തവണ ചെയ്താൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. ശ്രദ്ധിച്ചോളൂ. 67 അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് സെക്ഷൻ 67. ഇത് ആദ്യ തവണ ചെയ്താൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. വീണ്ടും ചെയ്താൽ 5 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും. 5 വർഷം വരെ തടവും 3 ലക്ഷം രൂപ 3 ലക്ഷം അല്ല 10 ലക്ഷം രൂപ വരെ പിഴയും. ക്ഷമിക്കുക കേട്ടോ. ആദ്യം ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. വീണ്ടും ആവർത്തിച്ച കുറ്റം വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും ലഭിക്കും. ഓക്കെ. സെക്ഷൻ 67 അശ്ലീല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് സ്പീഡിലേക്ക് എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. ദെൻ 67A അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം. അത് ഇതെന്താ പറഞ്ഞ സംഭവം? 67 വരുമ്പോൾ അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക, കൈമാറുക. എന്നാൽ ഇതേപോലെ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് 67A. പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന നീലചിത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത് സെക്ഷൻ 67 ആണ്. അശ്ലീല ചിത്രങ്ങള്, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നീ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് സെക്ഷൻ 67A. പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 67A. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 67A. ഈ വകുപ്പ് പ്രകാരം ശിക്ഷ ആദ്യ തവണയാണെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. ആദ്യ തവണയാണെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. ആദ്യ തവണ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. അപ്പോ ഈ പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആദ്യ തവണയാന്നേൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. കുറ്റം ആവർത്തിച്ച 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. ഒന്ന് നോക്കി മനസ്സിലാക്കിയേ 67A. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പോണോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട 2 സെക്ഷൻസ് പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് സെക്ഷൻ 67B ആണ്. സെക്ഷൻ 67B വിശദമാക്കുന്നത് ചൈൽഡ് പോണോഗ്രഫിയെ കുറിച്ച്. സെക്ഷൻ 67B എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ചൈൽഡ് പോണോഗ്രഫിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 67B. അപ്പോ ചൈൽഡ് പോണോഗ്രഫിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് 67B ആണ്. ശ്രദ്ധിക്കുക, ചോദ്യം ഇതായിരുന്നു. ചൈൽഡ് പോണോഗ്രഫിയെ പറ്റി വിശദമാക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതെന്നാണ്. ചൈൽഡ് പോണോഗ്രഫിയെ പറ്റി പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് സെക്ഷൻ 67B. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നീ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. അപ്പോൾ നോക്കിയോളൂ. അപ്പൊ 67B പ്രകാരം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രദർശിപ്പിക്കുന്നതിനാണ് ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയാം. അതിന്റെ പ്രദർശനം, പ്രചരണം എന്നിവയ്ക്കുള്ള ശിക്ഷ എന്താ? ആദ്യ തവണ ചെയ്താൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. അപ്പോ കുട്ടികളുടെ ചൈൽഡ് പോണോഗ്രഫി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സെക്ഷൻ 67B പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ആദ്യ തവണ ചെയ്താലുള്ള ശിക്ഷ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. എന്നാൽ കുറ്റം ആവർത്തിച്ചാലോ ശിക്ഷ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. അപ്പോൾ ചൈൽഡ് പോണോഗ്രഫി, കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങളോ വീഡിയോയോ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ കൈമാറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ എന്താ വരുന്നേ? ആദ്യ തവണ ചെയ്താൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. വീണ്ടും ഇത് ആവർത്തിച്ചാലോ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഒരു നിമിഷം ഒന്ന് നോക്കി മനസ്സിലാക്കിയേ സെക്ഷൻ 67B. അടുത്ത സെക്ഷൻ 72. രഹസ്യാത്മകതയുടെയും, ശ്രദ്ധിക്കുക, രഹസ്യാത്മകതയുടെയും
സ്വകാര്യതയുടെയും ലംഘനത്തിനുള്ള ശിക്ഷ. സെക്ഷൻ 72 എന്താ പറയുന്നത്? രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 72 പറയുക. പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. ഏതെങ്കിലും സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, പ്രമാണം, കത്തിടപാടുകൾ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്ന കുറ്റകരമാണ്. എടാ സാധനം മനസ്സിലായാടെ? സെക്ഷൻ 72. ഇപ്പൊ നിങ്ങളുടെ ഭാര്യയോ കാമുകയോ അല്ലെങ്കിൽ ഭർത്താവോ കാമുകനോ മറ്റാരെങ്കിലും മാതാപിതാക്കളോ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ മറ്റു കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ സെക്ഷൻ 72. ഓക്കെ, മനസ്സിലായോ? അത് സെക്ഷൻ 72 പ്രകാരം കേസ് കൊടുക്കാന്ന്. ഭാര്യയൊക്കെ എടുത്ത് നോക്കുമ്പോൾ സെക്ഷൻ 72 പ്രകാരം കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും കൂടെ ചേർത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിലുള്ള ശിക്ഷ പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. ഏതെങ്കിലും ഒരു സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, പ്രമാണം, കത്തിടപാടുകൾ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്ന കുറ്റകരമാണ്. ഓക്കെ, അപ്പോൾ 2023 ജൻവിശ്വാസ നിയമപ്രകാരം ഇതിന്റെ ശിക്ഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പൊ 2023 ജൻവിശ്വാസ നിയമപ്രകാരം ഇതിന്റെ ശിക്ഷയിൽ എന്ത് ചെയ്തു? വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോ നിലവിലെ ശിക്ഷ 5 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിന്റെ നിലവിലെ ശിക്ഷ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയാണ്. മുൻപുണ്ടായിരുന്നത് 2 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ ആയിരുന്നു. അപ്പൊ മുൻപുണ്ടായിരുന്നത് 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ആയിരുന്നു. ഇപ്പൊ ജൻവിശ്വാസ നിയമം 2023 പ്രകാരം അത് മാറ്റിയിട്ട് 5 ലക്ഷം രൂപ വരെ പിഴ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി 77B സെക്ഷൻ 77B ഒഫൻസ് വിത്ത് 3 ഇയർ ഇംപ്രിസൺമെന്റ് ടു ബി ബെയിലബിൾ. അതായത് നമ്മുടെ IT ആക്ടിന്റെ സെക്ഷൻ 77B പ്രകാരം സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ 3 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന IT ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളുണ്ടല്ലോ, അത് ജാമ്യം ലഭിക്കില്ല. എന്നാൽ 3 വർഷത്തിൽ കുറവുള്ളത്, 3 വർഷമോ അതിൽ കുറവോ ഉള്ള ശിക്ഷകൾ ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ ജാമ്യം ലഭിക്കും. അത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ സെക്ഷൻ 77B പ്രകാരം 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ, 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ കോഗ്നിസബിളും, എന്നാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നവയാണ്. അതായത് 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ ജാമ്യം ലഭിക്കില്ല, കോഗ്നിസബിൾ ആണ്, വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം. എന്നാൽ 3 വർഷത്തിൽ കുറവാണെങ്കിൽ ജാമ്യം ലഭിക്കും. ഓക്കെ, ഒന്ന് നോക്കി മനസ്സിലാക്കിയ സെക്ഷൻ 77. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് സെക്ഷൻ 78. കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുവാനുള്ള അധികാരം. IT ആക്ടിന്റെ സെക്ഷൻ 78 പ്രകാരം കുറ്റകൃത്യങ്ങൾ, IT ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുവാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോൾ IT ആക്ടിന് കീഴിലുള്ള കുറ്റങ്ങൾ അന്വേഷിക്കുന്നത് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും IT ആക്ടിന് കീഴിലുള്ള കുറ്റങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം. അപ്പോൾ IT ആക്ടിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം ആർക്കാ? ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം സെക്ഷൻ 78 പ്രകാരം. അതുകൂടെ ഒരു നിമിഷം ഒന്ന് നോക്കി. ഓക്കെ, ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ഇത് ശരിക്കും സിലബസിൽ അങ്ങനെ മെൻഷൻഡായി ചെയ്യുന്നതല്ല, എന്നാണ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. മറ്റു പ്രധാനപ്പെട്ട വകുപ്പുകൾ. സെക്ഷൻ 3 ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ ഡോക്യുമെന്റേഷൻ, പ്രമാണീകരണം. അപ്പോൾ IT ആക്ടിന്റെ സെക്ഷൻ 3 പറയുന്നത് ഇലക്ട്രോണിക് ഡോക്യുമെന്റുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വസ്തുക്കളുടെ ഡോക്യുമെന്റേഷൻ, റെക്കോർഡുകളുടെ ഡോക്യുമെന്റേഷൻ, പ്രമാണീകരണം. സെക്ഷൻ 4 ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ നിയമപരമായ അംഗീകാരം. സെക്ഷൻ 4 എന്താ പറഞ്ഞത്? ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ നിയമപരമായ അംഗീകാരം. സെക്ഷൻ 3 ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ പ്രമാണീകരണം. സെക്ഷൻ 4 ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ നിയമപരമായ അംഗീകാരം. സെക്ഷൻ 5 ഇലക്ട്രോണിക് സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നത്. സെക്ഷൻ 5 ഇലക്ട്രോണിക് സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നത്. സെക്ഷൻ 6 സർക്കാരിൻ്റെയും സർക്കാർ ഏജൻസികളുടെയും സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡുകളുടെയും ഡിജിറ്റൽ സിഗ്നേച്ചറുകളുടെയും ഉപയോഗം. സെക്ഷൻ 6 എന്താ പറഞ്ഞേ? സർക്കാരിൻ്റെയും അതുപോലെ സർക്കാർ ഏജൻസികളുടെയും സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡുകളുടെയും അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെയും ഉപയോഗം. സെക്ഷൻ 6 എന്താണ് പറഞ്ഞത്? സർക്കാരിന്റെയും നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിന്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അല്ല, ഡിജിറ്റൽ സിഗ്നേച്ചർ, അതിനെ കുറിച്ചൊക്കെ പറയാം. ഓക്കെ, ദെൻ സെക്ഷൻ 7 ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്നത് സംബന്ധിച്ച്. സെക്ഷൻ 7 എന്താ പറയാ? ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാ സെക്ഷൻ 7 പറയും. ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളാ സെക്ഷൻ 7 പറയുന്നേ.
സെക്ഷൻ 8 വരുമ്പോൾ ഇലക്ട്രോണിക് ഗസറ്റിൽ ചട്ടങ്ങളും റെഗുലേഷനുകളും പ്രസിദ്ധീകരിക്കുന്നത്. അത് ഇലക്ട്രോണിക് ഗസറ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ ഗസറ്റില് ചട്ടങ്ങളും റെഗുലേഷനും പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 8. സെക്ഷൻ 17 വരുമ്പോൾ കൺട്രോളറുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും നിയമനം സംബന്ധിച്ച്. സെക്ഷൻ 18 കൺട്രോളറുടെ ചുമതലകൾ. സെക്ഷൻ 18 എന്താ? കൺട്രോളറുടെ ചുമതലകൾ. ഇനി സെക്ഷൻ 19 വിദേശ സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റികളെ തിരിച്ചറിയാനുള്ള മാർഗരേഖകൾ. സെക്ഷൻ 19 എന്താ പറഞ്ഞേ? വിദേശ സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റികൾ, ഇപ്പൊ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് അതിന്റെ. സെക്ഷൻ 21 ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനുള്ള ലൈസൻസുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 23 ഇലക്ട്രോണിക് സിഗ്നേച്ചർ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനുള്ള ലൈസൻസുകളുമായി ബന്ധപ്പെട്ടത്. ഇനി സെക്ഷൻ 44 വിവരങ്ങൾ ഹാജരാക്കുന്നതിലെ വീഴ്ച വരുത്തുന്നതിനുള്ള ശിക്ഷ. സെക്ഷൻ 44 വിവരങ്ങൾ ഹാജരാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതിനുള്ള ശിക്ഷ. സെക്ഷൻ 48 അപ്പലേറ്റ് ട്രൈബ്യൂണൽ. സെക്ഷൻ 48 അപ്പലേറ്റ് ട്രൈബ്യൂണൽ. സെക്ഷൻ 48 എന്താ? അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ. അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് എന്താ പറയുക, ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന പോലെ പറഞ്ഞാണ്. ഇനി സെക്ഷൻ 69A പോകുമ്പോൾ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരം. അപ്പോൾ അതായത് ഇത് ഇമ്പോർട്ടൻ്റ്. കാര്യം ഈ 69A ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾ, ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത്. അപ്പോൾ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്പുകൾ നിരോധിക്കാൻ കാരണമായ IT ആക്ടിന്റെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 69A ആണ്. അപ്പൊ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്പുകൾ നിരോധിക്കാൻ കാരണമായ IT ആക്ടിന്റെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 69A ആണ്. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരമാണ് സെക്ഷൻ 69A. ഈ വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാർ 2020 ഇന്ത്യയിലെ നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധനം ഏർപ്പെടുത്തി. ക്ലിയർ ആക്കുക. അപ്പൊ ചൈനീസ് ആപ്പുകൾ നിരോധിക്കുന്നതിന് കാരണമായത് 69A പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 73 തെറ്റായ ഇലക്ട്രോണിക് സിഗ്നേച്ചർ നിർമ്മാണവും അതിന്റെ പ്രചരണവും. സെക്ഷൻ 73 എന്താണ്? തെറ്റായ ഇലക്ട്രോണിക് സിഗ്നേച്ചർ നിർമ്മാണവും അതിന്റെ പ്രചരണവും. സെക്ഷൻ 73 തെറ്റായ ഇലക്ട്രോണിക് സിഗ്നേച്ചർ നിർമ്മാണവും അതിന്റെ പ്രചരണവുമാണ്. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഏറ്റവും അവസാനമായി പറഞ്ഞത് IT ആക്ടിലെ മറ്റു ചില പ്രധാനപ്പെട്ട വകുപ്പുകളും അവയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് IT ആക്ട്, അതിന്റെ ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ഏതൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. കാര്യം ഇത് ഈസി ആയിട്ട് എന്താ പറയുക, നമുക്ക് ഈസി വാക്ക് ഓവർ എന്നൊക്കെ പറയും ചില മത്സരങ്ങൾ. അതുപോലെ ഈസി ആയിട്ട് 2 മാർക്ക് കിട്ടിപ്പോകുന്ന ടോപ്പിക്കാണ് IT ആക്ട്. അപ്പോൾ അത് എല്ലാ സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്ന സംഭവത്തിലും ഇൻക്ലൂഡ് ചെയ്ത് വരാറുണ്ട്. അല്ലാതെയും ജനറലി IT ആൻഡ് സൈബർ ലോ എന്ന വിഭാഗത്തിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയിലെ എല്ലാ കുട്ടികൾക്കും എൻ്റെ പേരിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിലും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി പഠിച്ച് പരീക്ഷ എഴുതി ഈ വർഷം 2025 അവസാനം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജോലി സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് എല്ലാവർക്കും ഞാൻ മനസ്സറിഞ്ഞ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.